ശ്യാമേ, തെരുവുനായകളെ തലോടുന്ന, തെരുവുനായകൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരാൾ. സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിൽ തെരുവുനായ ശല്യം വളരെ കൂടുതലാണ്. തെരുവുനായ പ്രേമികളായിട്ടുള്ള ആളുകളും ധാരാളമുണ്ട്. ഈ നായകളെയൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുന്ന ധാരാളം ആളുകൾ, ഈ തെരുവുനായകളെ സംരക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അങ്ങനെ തെരുവുനായയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ബാഗുമായി കടന്നു പോവുകയാണ്. പക്ഷേ അത് നിസ്സാര പുള്ളിയല്ല, ആ മനുഷ്യനെയാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയത്. ഈ തെരുവുനായകളെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ആ മനുഷ്യനെ ഇപ്പോൾ അത് മാത്രമല്ല, പോലീസ് വന്നപ്പോൾ തെരുവുനായ കുരയ്ക്കുകയും ചെയ്തു. യമയാനെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല, കാരണം എന്നും ബിസ്ക്കറ്റ് കൊടുക്കുന്ന ആളാണ്. നിസ്സാര പുള്ളിയല്ല. എന്താണ് അനീഷിൻ്റെ കഥ? ഇത് ഇക്കഴിഞ്ഞ ഒക്ടോബർ 24 തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഇതിൻ്റെ കഥ തുടങ്ങുന്നത്. അമല ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ രാവിലെ 9:30 അവിടുത്തെ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ഇതിനുള്ളിലൊരു ബാഗുണ്ട്. ആ ബാഗിലൊരു ഐപാഡ് ഉണ്ട്. അത് ആപ്പിളിൻ്റെയാണ്, നല്ല വിലയുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോയി. വൈകുന്നേരം 5:30 അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം തിരികെ എത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ചില്ല് ആരോ തകർത്തു എന്ന് മാത്രമല്ല, അതിനുള്ളിലെ ബാഗ് ആ തകർത്തയാൾ കൊണ്ടുപോയിരിക്കുന്നു. അദ്ദേഹം നേരെ പേരാമംഗലം സ്റ്റേഷനിലേക്ക് പോയി. എൻ്റെ തൊട്ടടുത്താണ് ഈ പേരാമംഗലം പോലീസ് സ്റ്റേഷൻ. അവിടെ KC രതീഷ്, അവിടുത്തെ SHO ആണ്. അപ്പോൾ KC രതീഷിൻ്റെ മുൻപാകെ പോയി ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകി. അപ്പം പരാതി വളരെ ഗൗരവമുള്ള ഒന്നാണ്, കാരണം ആവർത്തിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പം പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും പല വണ്ടികളുടെയും ഗ്ലാസ് തകർക്കപ്പെടും, ചില്ല് തകർക്കും. അതായത് ഒരു ക്രൈം വളരെ വ്യക്തമായി ആസൂത്രിതമായി ചെയ്തിരിക്കുകയാണ്. നിരവധി കാറുകൾ അവിടെ പാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ ഏത് കാറിലാണ് ബാഗ് ഉള്ളത്, എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തു ഉള്ളത് എന്ന് കണ്ടുപിടിച്ച്, അത് നേരത്തെ നോക്കി വെക്കുന്നില്ലല്ലോ, കണ്ടുപിടിച്ചാണ് തകർത്തിരിക്കുന്നത്. അപ്പം ആസൂത്രിതമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ KC രതീഷ് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് അവിടുത്തെ നകുൽ ദേശ്മുഖ്, അവിടുത്തെ CP, അദ്ദേഹത്തെ വിവരം അറിയിച്ചു. ഇങ്ങനെയുള്ള ഒരു സംഭവം തൻ്റെ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം അറിയിച്ചത്. അവിടുത്തെ തൃശ്ശൂർ ACP KG സുരേഷ്, അദ്ദേഹം വഴിയാണ് ഈ വിവരം CPയിലേക്ക് പോകുന്നത്. അങ്ങനെ അവർക്കൊരു നിർദ്ദേശം വന്നു, ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രതിയെ കണ്ടുപിടിച്ചിരിക്കണം. ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്രൈം ആകുമ്പോൾ സ്വാഭാവികമായും പോലീസ് അതിനോട് വലിയ അലേർട്ട് കാണിക്കും. ഒരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് അതിപ്പോൾ ഒരു വീട്ടിലൊരു കവർച്ച നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കവർച്ച നടത്തിയ ആൾ പിടിക്കാൻ കുറച്ച് സമയമെടുത്താലും പിടിച്ചാൽ മതി. പക്ഷേ ഇങ്ങനെയുള്ള ക്രൈം ആകുമ്പോൾ അത് ആവർത്തിക്കപ്പെടും. അത് പല സ്ഥലങ്ങളിലും സിറ്റിയുടെ പല സ്ഥലങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടു. പോലീസ് അങ്ങനെ ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം, അവിടെ CCTV ഇല്ല. അങ്ങനെ പോലീസ് ഒരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിങ്ങിലാണ് ഒരു തീരുമാനമുണ്ടായത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയുള്ള സമയത്തിനിടയിൽ ഈ ബാഗിന് ഇത്തിരി വലുപ്പമുണ്ട്. വലിയ ബാഗുമായി ഈ അമല ഹോസ്പിറ്റലിലേക്ക് വരികയും അതിനുശേഷം തിരികെ പോയിട്ടുള്ള ആരാണ്, അയാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ആദ്യത്തെ ഉദ്യമം. അങ്ങനെ രാവിലെ 9:30 to 5:30 എന്ന് പറയുമ്പം വളരെ ദൈർഘ്യമുള്ളൊരു സമയമാണ്. അത്രയധികം ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് അമല. അത്രയധികം തിരക്കുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങനെ പോലീസ് ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഓരോന്നായി പരിശോധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ഗുരുവായൂർ ഭാഗത്തേക്ക് ഒരു ബസ്സിൽ ഒരു ക്യാപ്പ് ധരിച്ച ഒരാൾ കയറിപ്പോകുന്നു. അയാളുടെ കയ്യിലൊരു വലിയ ബാഗുണ്ട്. അങ്ങനെ പോലീസ് തപ്പി ആരാണ് ഈ ക്യാപ്പ് ധരിച്ച് പോയിട്ടുള്ള ആളെന്ന്. അങ്ങനെ ഈ ബസ് കണ്ടുപിടിച്ചു പോലീസ്. ഇപ്പോൾ ബസ്സിലൊരു പ്രശ്നമുണ്ട്. എല്ലാ ബസ്സിലും ഇപ്പോൾ സാധാരണ ക്യാമറ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പോലീസ് ബസ്സിലെ തൊഴിലാളികളോട് ഇയാളുടെ ദൃശ്യം കാണിച്ച് ചോദിച്ചു. അവർക്ക് വലിയ ധാരണയില്ല. അപ്പോൾ അതിൽ ആ സമയത്ത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ ബസ്സിൽ. പക്ഷെ അതിലൊരു സ്ഥിരം യാത്രക്കാരനുണ്ട്. ആ സ്ഥിരം യാത്രക്കാരനെ കണ്ടുപിടിച്ചു പോലീസ് ബസ്സിലെ തൊഴിലാളികൾ വഴി. ഈ സ്ഥിരം യാത്രക്കാരൻ പറഞ്ഞു, അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് കേച്ചേരിയിൽ ആണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോലീസ് ആ സ്ഥലത്തേക്ക് എത്തി.
അവിടെ ചായക്കടയിൽ ഒരാൾ ആ സമയത്തുണ്ടായിരുന്നു. അയാളും പറഞ്ഞു ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇയാൾക്കൊപ്പം എപ്പോഴും ഒരു തെരുവ് നായ നടക്കുന്നത് താൻ കാണാറുണ്ട്. ആ തെരുവ് നായയ്ക്ക് ഇയാൾ ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാറുണ്ട്. ഇതായിരുന്നു അടുത്ത തുമ്പ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു തുമ്പാണ് ഇത്. അങ്ങനെ പോലീസ് അവിടെ നിന്നും തെരുവ് നായയുമായി നടക്കുന്ന മനുഷ്യനെ തേടിയുള്ള യാത്ര. തെരുവ് നായയുമായി ആര് പോകുന്നു? അപ്പോൾ ഇയാളുടെ ഒരു നടത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാലിന് ബലക്കുറവ് ഇയാൾക്കുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ പോലീസ് പിന്നെയും അനേകം ക്യാമറകൾ ശ്രദ്ധിച്ചു നോക്കി. ഈ തെരുവ് നായയുമായി നടക്കുന്നത് ആരാണ്? പലരെയും കാണിച്ചു, പലരിടത്തും ചോദിച്ചു. ഈ ക്യാപ്പുള്ള മനുഷ്യനെ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ തെരുവ് നായ, ഒരു വെള്ള നിറത്തിലുള്ള ഒരു തെരുവ് നായയുമായി നടക്കുന്ന ഒരാൾ, എപ്പോഴും അയാളെ ഒരു നായ അനുഗമിക്കുന്നുണ്ട്. ഒരു വലിയ തുമ്പായിരുന്നു. നായയാണതിലെ താരം. അത് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയൊക്കെ ഭാഗത്ത് പോകാറുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു ഇയാൾ സ്ഥിരമായി ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സ്ഥലം അയാൾ കാണിച്ചു കൊടുത്തു. പോലീസ് അവിടേക്ക് എത്തിയപ്പോൾ ഈ ബാഗ് അവിടെ കിടപ്പുണ്ട്. എത്ര രൂപ വിലയുള്ളതാന്ന് പറഞ്ഞു. ആ ബാഗ് എന്ന് പറയുന്നത് വിദേശ നിർമ്മിതമാണ്. ആ ബാഗിന് ഏകദേശം 40,000 രൂപയോളം വിലയുണ്ട്. ആ ബാഗിനുള്ളിലായിരുന്നു ഐപാഡ് ഉണ്ടായിരുന്നത്. ഈ ബാഗിൻ്റെ വില കള്ളൻ അറിയില്ലായിരുന്നു. ഇത്രയും വിലയുള്ള ബാഗാണ് താൻ മോഷ്ടിച്ചുകൊണ്ട് വന്നത് എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇയാളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗുമായി പൊക്കളഞ്ഞു. അല്ല, ഈ ഐപാഡുമായി പൊക്കളഞ്ഞു. ബാഗ് ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെയും അന്വേഷണം തുടർന്നു. പല ഭാഗങ്ങളിൽ ഇയാൾ താവളം ഉണ്ടാകാറുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ഒടുവിൽ ഇവർ അതായത് പോലീസിന് ഇൻഫർമേഷൻ കിട്ടി, ഇതുപോലെ കേച്ചേരി ഭാഗത്ത് വീണ്ടും ഇയാൾ എത്തിയിരിക്കുന്നു തെരുവ് നായയുമായിട്ട്. ആ തെരുവ് നായ കൂടെ ഉണ്ടെന്ന് ഫോൺ വന്നു. പോലീസ് നേരെ ചെന്ന് ഇയാളെ പിടികൂടി പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോഴാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞ ആ രംഗം. അതായത് നായ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. തൻ്റെ യജമാനെ പോലീസ് കൊണ്ടുപോവുകയാണ് എന്ന നായയ്ക്ക് മനസ്സിലായി. ഈ നായകളുടെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ നന്ദിയുള്ള ജീവിയാണ്. അതിനോട് നമ്മൾ സ്നേഹം കാണിക്കുകയോ അതിന് ഭക്ഷണം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളോട് ഭയങ്കരമായ അടുപ്പം കാണിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ നായ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുന്നത്തങ്ങാടി സ്വദേശിയാണ്. അനീഷ് എന്നാണ് ഇയാളുടെ പേര്. ഇയാളിങ്ങനെ സ്ഥിരമായി കറങ്ങി നടന്ന് ഇതുപോലെ വാഹനങ്ങളുടെ ചില്ല് തകർക്കുക, വിലപ്പെട്ട സാധനങ്ങൾ തട്ടിയെടുക്കുക, അത് ബിജേഷ് എന്ന് പറയുന്ന മുണ്ടൂരിലെ ഒരു മൊബൈൽ കട ഉടമയ്ക്ക് വിൽക്കുക. ഇതാണ് ഇയാളുടെ പരിപാടി. സ്ഥിരമായി ഇത് നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ മുണ്ടൂരിലെ ഈ ബിജേഷ് എന്ന് പറയുന്ന ഉടമയെ കണ്ടുപിടിച്ച് അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇതിനിടയിൽ വേറൊരാളുണ്ട്, സന്തോഷ്, ഇടനിലക്കാരൻ. അനീഷ് സന്തോഷിന് മോഷ്ടിച്ച സാധനം അനീഷ് കൊണ്ടുവന്ന് സന്തോഷിന് കൊടുക്കും. സന്തോഷ് അതിനൊരു വിലയിടും. ആ വില അനീഷിന് കൊടുക്കും. അതിൽ കുറച്ചുകൂടി കൂടിയ വിലയ്ക്ക് സന്തോഷ് ഇത് ബിജേഷിന് വിൽക്കും. കള്ളനെ പറ്റിക്കുന്ന കള്ളനെയും പറ്റിച്ചിട്ടാണ് മറ്റൊരു കള്ളൻ. അങ്ങനെ ഇത് കൊണ്ടുവന്ന് ബിജേഷിന് വിൽക്കും. ബിജേഷ് അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന വിലയ്ക്ക് ഇത് മറിക്കും. ഇത് 3 കൈ മറിഞ്ഞിട്ടാണ് ഈ സാധനം പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് വ്യാപകമായി ഇവരിത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവരെ ചോദ്യം ചെയ്തപ്പോൾ ഒട്ടനവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള മോഷണം നടന്നിട്ടുണ്ട്. ഈ മോഷണ വസ്തുക്കൾ മേടിക്കുന്നവർ ധാരാളമുണ്ട്. അതിൽ പ്രത്യേകത, അതായത് ചില സ്ഥലങ്ങളിലൊക്കെ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ സഹായിക്കും എന്ന് വ്യാപകമാണല്ലോ എല്ലായിടത്തും. ഇങ്ങനെ എഴുതി ഒട്ടിച്ചേക്കുന്ന കാണാം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ ഉദ്ദേശിക്കുന്നത്, എല്ലാവരെയും ഞാൻ അടച്ച് ആക്ഷേപിച്ച് പറയല്ല, ആ കൂട്ടത്തിലെ ചിലർ ഇതുപോലെ ഈ സ്നാച്ചിങ് ഉണ്ടല്ലോ, ചെയിൻ സ്നാച്ചിങ്, അതുവഴി വരുന്ന സ്വർണ്ണമാണ്. അതുവഴി വരുന്ന സ്വർണം മേടിക്കാൻ വേണ്ടിയാണ് ഇത് എഴുതി ഒട്ടിക്കുന്നത്. ചിലരൊക്കെ അങ്ങനെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജ്വല്ലറിയിലൊന്നും കൊണ്ടുപോയി ഇത്തരത്തിലുള്ള സ്വർണം കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് പൊട്ടിക്കുമ്പോൾ എന്തായാലും ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വിളക്കി ചേർക്കാൻ എവിടെയെങ്കിലും കൊണ്ടു ചെന്നാലും ചിലപ്പോൾ പിടിക്കപ്പെടും. മാത്രമല്ല ഇത് പൊട്ടിക്കുന്ന സമയത്ത് സ്വാഭാവികമായും മുറിവുണ്ടാവും, ബ്ലഡ് ഇതിൽ പറ്റും. ഫോറൻസിക്കാരെ കൊണ്ട് കൊടുത്താൽ വളരെ കൃത്യമായ തെളിവായി
അതെ അതെ. ഇത് മാറും. ഇത് കൈ കളഞ്ഞാലും അത് പിടിക്കും അവർ. ഉം. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്കവരല്ല ചിലർ ഇതുപോലെ ഇത്തരം സ്വർണം കിട്ടാൻ വേണ്ടിയിട്ട് എഴുതി ഒട്ടിക്കും. അപ്പോൾ ഇത് കാണുന്ന ഈ പയ്യന്മാരുണ്ടല്ലോ, ഇത് ചെയ്യുന്ന പയ്യന്മാർ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറുകൾ എടുത്തു വെക്കും. എന്നിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യും. ആദ്യം കോൺടാക്ട് ചെയ്യും, പിന്നെ കാര്യങ്ങൾ ചോദിച്ചറിയും. ആദ്യമൊന്നും ഇടപാട് നടത്തത്തില്ല. 2-3 പ്രാവശ്യമായിട്ട് സംസാരിച്ച് അവരിലേക്ക് വിശ്വാസം വരണം. വന്ന ശേഷം ഈ സാധനം എത്തിച്ചു കൊടുക്കും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതി. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പോലീസ് തന്നെ പറഞ്ഞു. ശരി. ഇത് പോലീസിന് തന്നെ കൃത്യമായി നേരത്തെ തന്നെ ചില കേസുകളിൽ പിടിച്ചപ്പോൾ പോലീസ് ഇത് പറഞ്ഞ കാര്യമാണ്. തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഒരു സമയത്ത് വലിയ വ്യാപകമായിട്ട് ചെയിൻ സ്നാച്ചിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മോഷണം മുതൽ മേടിക്കാനും ആളുണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിജേഷ് മോഷണം മുതൽ മേടിക്കുന്നത് കൊണ്ടാണ് അയാളും പ്രതിയായത്. അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മോഷ്ടിക്കുന്ന മാത്രമല്ല, മോഷണത്തിന് കൂട്ടുനിൽക്കുക, മോഷണം മുതൽ വാങ്ങുക എന്നതൊരു ക്രൈമാണ്. അതുകൊണ്ടാണ് ഈ ക്രൈമിനെ അയാൾ കൂടി ഉൾപ്പെട്ടത്. എന്നാൽ ഈ തെരുവ് നായ്ക്കൾക്കെതിരെ വലിയ പരാതി ഉണ്ടാവുന്ന സമയത്താണ് ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു തെരുവ് നായ കേരള പോലീസിന് ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തു കൊടുത്തത്. ഇല്ലായിരുന്നെങ്കിൽ പോലീസ് പെട്ടുപോയേനെ. കാര്യം കൃത്യമായ ഒരു സ്ഥലമില്ലാത്ത, കൃത്യമായി എവിടെയും തങ്ങാത്ത ഒരു പ്രതിയെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്ന ഒരാളാണെങ്കിൽ, അയാളൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളെ കണ്ടുപിടിക്കാൻ, കൃത്യമായ അഡ്രസ്സുള്ള ആളാണെങ്കിൽ അയാളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ എവിടെയും തങ്ങാതെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന ഒരാൾ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അയാളെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ CCTV ഒക്കെ വന്നതുകൊണ്ടാണ്. മുമ്പാണെങ്കിൽ CCTV ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇതൊക്കെ പോയിന്നേ അങ്ങ് വിചാരിച്ചാൽ മതി, മറന്നേക്ക്, ഇനി അത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ CCTV ഉള്ളത് കൊണ്ട് പോലീസിന് വലിയൊരു ജോലിഭാരം കുറഞ്ഞു. പക്ഷെ അത് പിടിക്കാത്ത ക്രൈമും ഉണ്ട്, ഒട്ടനവധി ക്രൈമുകളുണ്ട്. CCTV ഉണ്ടായിട്ട് CCTV കിട്ടിയിട്ടും. അതാണ് ഈ അഡ്രസ്സ് ഇല്ലാത്തവർ, പേരറിയാത്തവർ പറയുന്നത്, പേരില്ലാത്തവർ, അവർ പല സ്ഥലങ്ങളിലും പല പേരുകളിലായിരിക്കും. അത്തരക്കാർക്ക് ചെയ്യുന്ന ക്രൈം എളുപ്പം കിട്ടുക ബുദ്ധിമുട്ടാണ്. ഏതായാലും ഡോക്ടർക്ക് സാധനം തിരിച്ചു കിട്ടി. വിലപിടിപ്പുള്ള സാധനം വാഹനത്തിൽ വെക്കാതിരിക്കുകയാണ് ഏറ്റവും എളുപ്പമുള്ള. അത്രയും സമയം അത് അതിനകത്ത് വെച്ചിട്ട് പോകാൻ പാടില്ലായിരുന്നു. അതെ, വിലപിടിപ്പുള്ള സാധനങ്ങൾ വെക്കാൻ പാടില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ പൂട്ട് പൊളിക്കുന്ന മിഷൻ വരെയുണ്ട്. ഈ 2 വീലറിൻ്റെ ഒക്കെ പൂട്ട് പൊളിച്ച് കളയാൻ പറ്റുന്ന മെഷീൻസ് വരെയുണ്ട്. കണക്ട് ചെയ്യുക, സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും, പൂട്ടൊടിഞ്ഞു പോകും. ഇപ്പം റോയൽ എൻഫീൽഡിൻ്റെ ഒക്കെ പൂട്ട് പൊളിക്കുന്ന സാധനങ്ങളുണ്ട്. അത്തരം സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചാവി ഇടുന്നത് പോലെ, ഇപ്പം ലോക്കലായിട്ട് ചാവി ഇടുന്നത് പോലെ ഈ സാധനം അതിനകത്ത് കണക്ട് ചെയ്ത് വെച്ച് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒടിയും. ഒറ്റയടി അടിച്ചു പിടിച്ച് കളയും, വണ്ടി സ്റ്റാർട്ടാവും. ശരി.